കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, എങ്ങനെയാണ് അത് തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള 3 മെത്തേഡാണ് ഞാൻ പറയാൻ പോണത്. ഒന്ന് ഡിവൈസ് മാനേജർ യൂസ് ചെയ്തിട്ട്, രണ്ടാമത്തേത് IMEI നമ്പർ ഉപയോഗിച്ചിട്ട്, പിന്നെ ഗൂഗിൾ മാപ്പ് വഴി. ആദ്യത്തേത് എങ്ങനെയാണ് ഡിവൈസ് മാനേജർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ സെറ്റിങ്സ് എടുക്കുക. സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡിവൈസ് മാനേജർ എന്ന് കാണാം. എൻ്റെ കയ്യിലുള്ള ഫോണിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡിവൈസ് മാനേജർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എൻ്റെത് ഓൾറെഡി ഇനേബിൾ ആണ്. നിങ്ങളുടേത് അത് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാകും, അത് ആക്റ്റീവ് ചെയ്തിടുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ സെർച്ചിനകത്ത് ടൈപ്പ് ചെയ്യുക google.com/android/device manager. മൊബൈലിൽ നമ്മൾ ഏത് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടാണ് നമ്മൾ ഇവിടെയും സൈൻ ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ മൊബൈലിലെ അതേ ഇമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. നെക്സ്റ്റ് അടിക്കുകയാണ്. ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വന്നതായിട്ട് കാണാം. ഇതിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് പ്ലേ സൗണ്ട്, അതായത് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഫോൺ മറന്നത്, എവിടെയാണ് ഫോണെന്ന് അറിയില്ലെങ്കിൽ പ്ലേ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ നിൽക്കുകയാണെങ്കിൽ ഫോൺ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്താം. രണ്ടാമത്തത്, എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്കറിയില്ല, ആരെങ്കിലും എടുത്തോന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫോൺ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ആ ഫോണിലെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാനോ ലോക്ക് തുറക്കാനോ പറ്റില്ല. ഇങ്ങനെ ഗൂഗിൾ വഴി നമ്മൾ ലോക്ക് ചെയ്തിടാം. മൂന്നാമത്തെ ഓപ്ഷൻ താഴെ കൊടുത്തേക്കുന്നത് എറേസ് എന്നാണ്. എറേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മൊബൈലിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഫോണിലുള്ളത് അതെല്ലാം നമ്മൾ എറേസ് എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഫുൾ ഡീറ്റെയിൽസും എറേസ് ആയി പോവും, എല്ലാം പോയി പോവും. അപ്പം ഫോൺ ആരെങ്കിലും കയ്യിൽ പെട്ടുപോയി അവരെങ്ങനെയെങ്കിലും ലോക്ക് തുറക്കുകയാണെങ്കിൽ തന്നെ അവർക്കൊന്നും അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇങ്ങനെ 3 ഓപ്ഷനാണ്. പിന്നെ ഫോൺ എവിടെയാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഗൂഗിളിൽ കാണാനും പറ്റും. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തത് ഗൂഗിൾ മാപ്പ് വഴിയാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ GPS ഇനേബിൾ ആയിരിക്കണം. അതേപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് വഴി നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്താൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് എന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ അഥവാ GPS ഇനേബിൾ ചെയ്തിടണം. ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെനു കാണാം. മെനു ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് യോർ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയാണോ അത് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഏതൊക്കെ പ്ലേസസിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ലാസ്റ്റ് യൂസ് ചെയ്ത 10 പ്ലേസസ് ഇതിൽ കാണും. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഡിറ്റക്ട് ചെയ്യാം. ഈ ഫോൺ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ആരെങ്കിലും കയ്യിൽ കിട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ എവിടേക്കാണോ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കാണിച്ചുകൊണ്ടേ ഇരിക്കും. മൂന്നാമത്തെ മെത്തേഡ് നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ട്രാക്കിംഗ് ആണ്. ഫോണിൻ്റെ IMEI നമ്പർ നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ബോക്സിൻ്റെ ബാക്കിൽ ഉണ്ടാകും. ആ നമ്പർ നേരെ പോലീസിന് കൈമാറുകയാണെങ്കിൽ ലൊക്കേഷൻ അവർ തന്നെ ഡിറ്റക്ട് ചെയ്ത് തരും. ഫോൺ വാങ്ങിക്കുമ്പോഴുള്ള ബോക്സ് നിങ്ങളുടെ കയ്യിലില്ല, ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾക്കറിയില്ലെങ്കിൽ google.com/settings/dashboard എന്ന് നെറ്റിൽ അടിക്കുക. ഇപ്പം ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വരും.
അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങളുടെ ഫോൺ ഏത് മെയിൽ ID ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത് ആ മെയിൽ IDയിൽ ആ ഫോണിൻ്റെ IMEI നമ്പർ വരും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ മാക്സിമം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. ഇനി അഥവാ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഇപ്പം തന്നെ ഫോണിൻ്റെ IMEI നമ്പർ എടുത്ത് എവിടെയെങ്കിലും എഴുതി വയ്ക്കാം. അപ്പം കൂടുതൽ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.